Okay, today we are going to discuss another topic in our subject, syllabus, that is Kirchhoff's laws. Okay, Kirchhoff's voltage law and Kirchhoff's current law. Okay, before that, we just want a discussion about Ohm's law. Okay, Ohm's law. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കുറേ ന്യൂമറിക്കൽസ് ഒക്കെ ഓംസ് ലോ യൂസ് ചെയ്ത് ചെയ്തതാണ്. ഓക്കെ, എന്നാൽ ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് ഗോ ത്രൂ. ഓക്കെ, that's it. Okay, George Simon Ohm introduces the Ohm's law. Okay, and what is Ohm's law? Ohm's law states that the voltage across a conductor is directly proportional to the current flowing through it, provided all the physical conditions and the temperature remains constant. Okay, that is Ohm's law. Okay, and then Ohm's law states that the voltage across a conductor is directly proportional to the current flowing through it. Okay, and a condition and then provided that all the physical conditions and the temperature remains the constant. Okay, ആ ഒരു കണ്ടീഷനിലാണെങ്കിൽ voltage across a conductor is directly proportional to the current flowing through it. Okay, അതാണ് Ohm's law. Okay, here we can see a simple diagram. Okay, ഒരു resistance ഉണ്ട്, and resistance value of this resistor is indicated by capital R, and the current flowing through it is small I, and the voltage across this resistor is small v. Okay, and by using Ohm's law we can write V is directly proportional to R, V is directly proportional to I, and in order to remove that proportionality we have to use a constant, that is proportionality constant, that is R. Okay, so we can write V is equal to I into R. Okay, V is equal to I into R, അതാണ് ഇക്വേഷൻ. അത് ഓർത്ത് വെച്ചാൽ മതി, V is equal to I into R. ഓക്കെ, ആ ഇക്വേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് I is equal to what, V by R, and R is equal to what, V by I. ഓക്കെ, സോ ഈ ഓംസ് ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓംസ് ലോ യൂസ് ചെയ്ത് സർക്യൂട്ട് സോൾവ് ചെയ്യുമോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഇപ്പം എന്താ ക്രിച്ചോഫ്സ് ലോസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, അല്ലെങ്കിൽ മെഷ് അനാലിസിസ്, നോഡൽ അനാലിസിസ് ഒക്കെയാണ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ബട്ട് നമ്മൾ എന്ത് പ്രോബ്ലം ചെയ്യുവാണെങ്കിലും നമുക്കതിൽ ഓംസ് ലോ യൂസ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് വരും. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തായാലും ഓംസ് ലോ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഓംസ് ലോ ഓർത്ത് അവിടെ വെക്കുക, അതൊരിക്കലും മാറിപ്പോകരുത്. വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ആ ഇക്വേഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഐയുടെയും ആറിൻ്റെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ഓംസ് ലോ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഗോ ഫോർ ക്രിച്ചോഫ്സ് ലോസ്. ഓക്കെ, ക്രിച്ചോഫ്സ് ലോസ് സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക, KIRCHHOFF, ഇതാണ് ക്രിച്ചോഫ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗസ്റ്റോ റോബർട്ട് ക്രിച്ചോഫ്. ഓക്കെ, അപ്പോൾ ക്രിച്ചോഫ്സ് ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ക്രിച്ചോഫ്സ് ലോസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ, വി ഹാവ് ടു ഡിസ്കസ് ദി സർക്യൂട്ട് ടോപ്പോളജീസ്. ഓക്കെ, വാട്ട് ഈസ് എ ടോപ്പോളജി? What is topology? Topology means how a circuit is laid out. That is topology. Okay, next, a branch. ഒരു സർക്യൂട്ടിൽ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? A branch represents a single circuit or network that is any two terminal element. ഓക്കെ, ഞാനത് നമുക്ക് ഒരു സർക്യൂട്ട് വെച്ച് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹിയർ ഈസ് എ സിമ്പിൾ നെറ്റ്വർക്ക്. Okay, ഇതിൽ we can see 1 2 3 4 resistors are there and one voltage source is there. Okay, and here what is a branch? ഈ ഒരു സർക്യൂട്ട് ഇതുപോലെ കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ലേഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു എങ്ങനെയാണ് ഇതിനെ ലേഡ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിന്റെ ടോപ്പോളജി എന്ന് പറയാം. ഓക്കെ, ആൻഡ് എന്താണ് ബ്രാഞ്ച്? ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ എന്തിനാണ് ഒരു ബ്രാഞ്ച് എന്ന് പറയാം? ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ബ്രാഞ്ച്. ഓക്കെ, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അതിനെന്താ, ടു ടെർമിനൽസ് ഉണ്ടാവും, ആൻഡ് ആ സർക്യൂട്ടിലുള്ള ഒരു എലമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ബ്രാഞ്ചിൽ ചിലപ്പോൾ റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഇൻഡക്ടറോ എന്തെങ്കിലും അനദർ ഇലക്ട്രോണിക് ഓർ ഇലക്ട്രിക് കോമ്പണൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് അതിന് മസ്റ്റ് ആയിട്ട് ടു ടെർമിനൽസ് ഉണ്ടാവും. അതാണ് ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് നോഡ്സ്? നോഡ്സ് എന്ന് പറഞ്ഞാൽ ടു ഓർ മോർ ബ്രാഞ്ചസ് ടുഗെദർ ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് ആണ് ദ നോഡ്സ്. ഓക്കെ, ടു ഓർ മോർ ബ്രാഞ്ചസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു കോമൺ പോയിന്റിനെയാണ് നോഡ്സ് എന്ന് പറയാം.
ഓക്കെ, 2 ബ്രാഞ്ചസ് ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു നോഡ് ഉണ്ടാവും, 3 ബ്രാഞ്ചസ് ഉള്ളിടത്ത് നോഡ് ഉണ്ടാവും, 4 ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സിംഗിൾ ബ്രാഞ്ച് ആണെങ്കിൽ നോഡ് ഉണ്ടാവില്ല. 2 or more ബ്രാഞ്ചസ് ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിനെയാണ് നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ ലൂപ്പ്? എന്താണ് ലൂപ്പ്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈൽ കൺസിഡറിങ് എ സർക്യൂട്ട്, എ ക്ലോസ്ഡ് പാത്ത് ഈസ് കോൾഡ് ലൂപ്പ്. ഓക്കെ, എനി ക്ലോസ്ഡ് പാത്ത്, നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ എനി ക്ലോസ്ഡ് പാത്തിനെ നമുക്കൊരു ലൂപ്പായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ലൂപ്പ് ഈസ് എനി ക്ലോസ്ഡ് പാത്ത് ഇൻ എ സർക്യൂട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ലൂപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രാഞ്ച്, എന്താണ് നോഡ്സ്, എന്താണ് ലൂപ്പ്? ക്ലിയർ ആണോ? What is the branch in a network, and what is a loop in a network, and what is nodes in a network? അതൊക്കെ ക്ലിയർ ആണോ? യെസ്. ഇനി ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഈ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. Okay, a node represents a single network or circuit element that is any two terminal element. Okay, അതിന് two terminals ഉള്ള ഒരു element ആണ് the branch. Okay, and a node is a point of connection between two or more branches, that is called a node. The point of common connection between two or more branches. Okay, a loop is any closed path in a circuit or network. Okay, a loop എന്ന് പറഞ്ഞാൽ any closed path in a circuit. Okay, അപ്പോൾ ഈ പോയിന്റ്സ് ആണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. ഒരു സർക്യൂട്ട് അനാലിസിസിൽ നമുക്ക് ബേസിക്സ് ആയിട്ട് ഈ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് എ ബ്രാഞ്ച്, വാട്ട്സ് എ നോഡ്, വാട്ട്സ് എ ലൂപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് Kirchhoff's laws ഡിസ്കസ് ചെയ്യാം. Okay, Kirchhoff's laws is divided into two: Kirchhoff's current law and Kirchhoff's voltage law. Okay, Kirchhoff's current law is represented by KCL. Okay, നമ്മൾ നോർമലി Kirchhoff current law എന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയില്ല, KCL എന്നാണ് പറയാ. നോർമലി അപ്ലൈ KCL, അപ്ലൈ KVL എന്നാണ് പറയാ. Okay, so Kirchhoff current law. Okay, what is Kirchhoff current law? The algebraic sum of the currents entering a node is zero. Okay, the algebraic sum of the currents entering a node is zero. ഓക്കെ, നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും, ഡിഫൈൻ Kirchhoff ലോസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ Kirchhoff കറണ്ട് ലോയും Kirchhoff വോൾട്ടേജ് ലോയും നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെയല്ല, ചിലപ്പോൾ നിങ്ങൾ KCLും KVLും യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യേണ്ട ന്യൂമറിക്കൽസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഡെഫിനിഷൻ, ഇതിന്റെ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക. Kirchhoff current law എന്താണ്? The algebraic sum of the currents entering a node is zero. ഓക്കെ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, here we can see a node here. Okay, and I am taking this node as A. ആ ഒരു A എന്ന് പറഞ്ഞ ലെറ്റർ ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഈ നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട് ഉണ്ടാകാം. ഓക്കെ, അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും ഉണ്ടാകാം അല്ലെ. വൈൽ കൺസിഡറിങ് എ നോഡ്, ആ നോഡിൽ എന്താണ്, ആ നോഡിലേക്ക് കറണ്ട് എൻറ്റർ ചെയ്യുന്നും ഉണ്ടാവും, ആ നോഡിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നും ഉണ്ടാവും. ഓക്കെ, അറ്റ് ദ ജംഗ്ഷൻ എന്താണ്? അറ്റ് ദ ജംഗ്ഷൻ വാല്യൂ ഓഫ് കറണ്ട് സീറോ ആയിരിക്കും. ബിക്കോസ് എൻറ്റർ ചെയ്യുന്ന ആ കറണ്ട് ഈക്വൽ ടു ലീവിങ് കറണ്ട് ആയിരിക്കും അറ്റ് ദ ജംഗ്ഷൻ. ഈ നോഡ് എ എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്ര കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ടോ അത്രയും കറണ്ട് തന്നെ ആ നോഡിന് ലീവും ചെയ്യും. ദാറ്റ് ഈസ് Kirchhoff current law. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The algebraic sum of the currents entering a node is zero, which means എന്താണ്, എൻറ്റർ ചെയ്തിരിക്കുന്ന ആ മുഴുവൻ കറണ്ടും എന്താണ്, അവിടുന്ന് ലീവ് ചെയ്ത് പോകും. ഓക്കെ, ഓർ നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. അറ്റ് ദ ജംഗ്ഷൻ the sum of current is zero. ഓക്കെ, ജംഗ്ഷനിൽ സം ഓഫ് കറണ്ട് എൻറ്ററിങ് എ നോഡ് is zero. ഓക്കെ, നമുക്ക് പൊതുവെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം അതിന്റെ സൈൻ കൺവെൻഷൻ നോക്കിയിട്ടാണ്. ഓക്കെ, സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നോർമലി ഒരു നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടിനെ വി വിൽ ടേക്കിംഗ് ആസ് പോസിറ്റീവ്. ഓക്കെ, ആൻഡ് അതിൽ ലീവ് ചെയ്യുന്ന കറണ്ടിനെ ടേക്കിംഗ് ആസ് നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അതാണ് സൈൻ കൺവെൻഷൻ. കറണ്ട്സ് എൻറ്ററിങ് ദ നോഡ് ആർ പോസിറ്റീവ് ആൻഡ് കറണ്ട്സ് ലീവിങ് ദ നോഡ് ആർ നെഗറ്റീവ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സൈൻ കൺവെൻഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റും. ഇവിടെ ഒരു നോഡ് ഉണ്ട്. ഈ നോഡ്, ഓക്കെ, ഞാൻ അഗെയിൻ അതിന് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു.
ഓക്കെ, ഈ എ എന്ന് പറയുന്ന ഈ നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? ഈ ഫിഗർ നോക്കി ഒന്ന് പറഞ്ഞേ. ഈ എ എന്ന് പറയുന്ന നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? യെസ്, I1 ആൻഡ് I2. ഒന്നുകൂടി നോക്കിയേ, വേറെ ഏതെങ്കിലും ഉണ്ടോ? I1 ഉണ്ട്, I2 ഉണ്ട്, അത് ഗുഡ്. വേറെ ഏതെങ്കിലും കറണ്ട് ഉണ്ടോ? യെസ്, I4. ഓക്കെ, ഗുഡ്. I1, I2 ആൻഡ് I4. I1, I2 ആൻഡ് I4 ആണ് ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട്. സോ വി വിൽ ടേക്കിംഗ് ദ വാല്യൂസ് ഓഫ് ദീസ് കറണ്ട്സ് ആസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ കറണ്ട്സ് ദാറ്റ് ലീവിംഗ് ദ ജംഗ്ഷൻ? നോക്കിയേ, ആ ഒരു ഫിഗർ നോക്കിയിട്ട് അതിൽ ലീവ് ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാ? ഓക്കെ, ഗുഡ്. I3 ആൻഡ് I5. ഓക്കെ, I3 ആൻഡ് I5. ഓക്കെ, സോ ഈ ഒരു ഇതാണ് നമ്മുടെ Kirchhoff current load equation. Summation of n is equal to 1 to capital N, In is equal to 0. Which means at the junction, the sum of current entering and leaving equal to 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഈ അറ്റ് ജംഗ്ഷൻ വരുന്ന കറണ്ടിന്റെ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ I1 പോസിറ്റീവ് ആണ് അല്ലേ, എൻട്രിങ് ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യാണ്. സോ I1 പോസിറ്റീവ്. സോ I1 പ്ലസ് I2 എന്താണ്? I2 also entering the junction ആണ്. So I2 also positive. I1 plus I2. And I3 നോക്കിയേ, I3 is leaving away from the junction ആണ് അല്ലേ. So it is taken as negative. Negative I3. And what is I4? I4 also entering the junction. So plus I4. And what is I5? I5 is also leaving. So minus I5. That is equal to 0. ഓക്കെ, നമുക്ക് ഇതുപോലെ എഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. I1 plus I2 minus I3 plus I4 minus I5 is equal to 0. ഓക്കെ, അപ്പൊ at the junction summation of current entering and leaving is equal to 0 ആണ്. അപ്പം അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൈൻ കൺവെൻഷനും കൂടിയാണ്. ഓക്കെ, സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? എൻറ്റർ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ലീവ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? I1 plus I2 plus I4 is equal to I3 plus I5. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, I1 plus I2 plus I4 ആണ് ഈ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട്. അപ്പൊ ആ ടോട്ടൽ കറണ്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു I3 plus I5 ആണ് അല്ലേ. ആ എൻറ്റർ ചെയ്യുന്ന മുഴുവൻ കറണ്ടും എന്താണ്? ലീവ് ചെയ്യുന്നുണ്ട് അല്ലേ. എൻറ്റർ ചെയ്യുന്ന കറണ്ടാണ് I1 plus I2 plus I4. അപ്പൊ അത് നമുക്കിപ്പോൾ ഒരു 2 plus 4 plus 3. ഓക്കെ, ഇതിപ്പോൾ ഒരു ടോട്ടലി 9 വരുന്നുണ്ട്. ഇനി അത് ലീവ് ചെയ്യുന്നത് എന്തായിരിക്കും? അതും 9 തന്നെ ആയിരിക്കും. I3 I4ഉം 5 or 4 ആയിട്ട് ലീവ് ചെയ്യും. ഓക്കെ, അപ്പൊ എത്രത്തോളം കറണ്ട് ജംഗ്ഷനിൽ എൻറ്റർ ചെയ്യുന്നോ അത്രയും കറണ്ട് ജംഗ്ഷനിൽ ലീവ് ചെയ്യും. ഓക്കെ, അപ്പൊ കിർച്ചോഫ് കറണ്ട് ലോ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൺവെൻഷണൽ ആയിട്ടാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്ന കറണ്ടിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ലീവ് ചെയ്യുന്ന കറണ്ടിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, ബട്ട് ഇഫ് യു ആർ ഡൂയിങ് എനി ന്യൂമറിക്കൽസ്, സംടൈംസ് ആ സർക്യൂട്ട് ഇറ്റ്സെൽഫ് അതിന്റെ കറണ്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകുന്ന തരത്തിലുണ്ടാവും. അപ്പം അതിൽ ഓൾറെഡി നമുക്ക് ആ ഒരു കറണ്ടിന്റെ ഫ്ലോ അല്ലെങ്കിൽ കറണ്ട് ഡയറക്ഷൻ നോൺ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ ആ സർക്യൂട്ടിനെ സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടൊന്നും ഒരു ഡയറക്ഷൻ തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു എൻറ്റർ ചെയ്യുന്നതിനെ പോസിറ്റീവായിട്ടും ലീവ് ചെയ്യുന്നതിനെ നെഗറ്റീവായിട്ടും എടുക്കുക. ഓക്കെ, ഇപ്പൊ ഒരു സർക്യൂട്ടിൽ പല രീതിയിലും കറണ്ട് ഫ്ലോ ഉണ്ടാകാം. ഇപ്പൊ നമ്മൾ ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ ആ കറണ്ടിനെ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഈ സൈൻ കൺവെൻഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആകരുത്. സർക്യൂട്ട് ഓൾറെഡി ആ കറണ്ട് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺവെൻഷനായിട്ട് എടുക്കുക. ആദ്യം പോസിറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് എടുത്ത് തന്നെ മുഴുവനായിട്ട് സർക്യൂട്ട് ചെയ്യാം. അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആവും. നമുക്കത് മെഷ് അനാലിസിസും നോഡൽ അനാലിസിസും ഒക്കെ ചെയ്യുമ്പോഴത് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നോർമലി ഇത്ര ചിന്തിക്കുക. സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ചാൽ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ട്സ് വിൽ ബി ടേക്കൺ as പോസിറ്റീവ് ആൻഡ് ദ കറണ്ട്സ് ദാറ്റ് ആർ ലീവിംഗ് ഫ്രം ദ ജംഗ്ഷൻ ഈസ് ടേക്കൺ as നെഗറ്റീവ്. ഓക്കെ, then next one is Kirchhoff voltage law.
Okay, represented by KVL, Kirchhoff voltage law, KVL. Okay, and what is Kirchhoff voltage law? The algebraic sum of the voltages around any loop is zero. The algebraic sum of the voltages around any loop is zero. That is, summation of m is equal to 1 to m, Vm is equal to 0, where m is the number of voltages in the loop and Vm is the mth voltage in the loop. Okay, so what is voltage? Kirchhoff voltage law? The algebraic sum of the voltages around any loop is 0. Okay, അതെന്താണ് indicate ചെയ്യുന്നത്? If you're considering this circuit again, here this is a loop. Okay, this is a loop and this is another loop. Okay, any closed path, any closed circuit can be called as the loop. Okay, so here we can see there are two loops and this is also another loop. Okay, all together this is also another loop. Okay, so here there are three loops are there. So now you just consider one loop. Okay, this is a loop. Here, according to KVL, Kirchhoff voltage law, the algebraic sum of all the voltages in this loop is 0. Okay, that is Kirchhoff voltage law. ഈ ഒരു ലൂപ്പിലുള്ള ടോട്ടൽ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്, ദെൻ ഈ 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് ആൻഡ് അഗൈൻ ഈ 8 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ടോട്ടൽ 3 വോൾട്ടേജസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതാണ് എന്ത് പറയുന്നത്? Kirchhoff voltage law പറയുന്നത്. ഓക്കെ, so in Kirchhoff voltage law also we have to consider the sign convention. Okay, what is the sign convention? The sign of each voltage is the polarity of the terminal first encountered in traveling around the loop. Okay, ഈ സൈൻ കൺവെൻഷൻ നമുക്ക് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളിത് നോർമലി എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു സർക്യൂട്ടിൽ ആ ഒരു കറണ്ട് ഫ്ലോന്റെ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ആ ഒരു സർക്യൂട്ടിനെ അനലൈസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ എടുക്കുക. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ സൈൻ കൺവെൻഷൻ എടുക്കാം. ഇപ്പം നിങ്ങളൊരു സർക്യൂട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു രീതിയിലാണ് അതിൻ്റെ സൈൻ കൺവെൻഷൻ എടുത്തതെങ്കിൽ അത് മൊത്തമായിട്ട് സോൾവ് ചെയ്യുമ്പോൾ അതേ സൈൻ കൺവെൻഷൻ തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇതിൽ ഏത് രണ്ട് സൈൻ കൺവെൻഷൻ ഉണ്ട്, രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബട്ട് ഒരു സർക്യൂട്ട് അനലൈസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഒരു സൈൻ കൺവെൻഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് നോക്കുകയാണെങ്കിൽ ഹിയർ യു കൺസിഡർ ദിസ് സർക്യൂട്ട്. Voltage source V0 and there are two resistors R1 and R2 which are connected in series. Okay, and capital I is the current flowing through this circuit. Okay, so this is a loop. Okay, ഇവിടെ ഒരു loop ഉണ്ട്. According to KVL, we can say that the total voltage in a closed loop is equal to 0. Okay, so first sign convention എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വോൾട്ടേജ് സോഴ്സ് നിന്നാണ് അല്ലേ? വോൾട്ടേജ് സോഴ്സിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താ വരുന്നത്? ഈ വോൾട്ടേജ് സോഴ്സിന് നെഗറ്റീവ് അല്ലേ? നെഗറ്റീവ് ദെൻ പോസിറ്റീവ്. ഓക്കെ, സോ ഫസ്റ്റ് നെഗറ്റീവ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -V0. ഓക്കെ, ദെൻ ഇതിങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് ഈ റെസിസ്റ്റർ R1 അക്രോസ് എത്തും. ഓക്കെ, ആൻഡ് വൈ കൺസിഡറിങ് എ റെസിസ്റ്റർ, the terminal where current enters is taken as positive and the terminal where current leaves is taken as negative. ഓക്കെ, ഒരു റെസിസ്റ്ററിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറണ്ട് എൻ്റർ ചെയ്യുന്ന ആ ഒരു ടെർമിനൽ, ആ ഒരു ലീഡിൽ എന്തെങ്കിലും പോസിറ്റീവ് എടുക്കും, അത് ലീവ് ചെയ്യുന്ന ടെർമിനലിൽ നെഗറ്റീവ് എടുക്കും. ഓക്കെ, സോ ഹിയർ ഓൾസോ വി ക്യാൻ റൈറ്റ് ഹിയർ പോസിറ്റീവ് ആൻഡ് ഹിയർ നെഗറ്റീവ്. ഓക്കെ, സോ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്തു, ഈ റെസിസ്റ്ററിന് അക്രോസ് എത്തി. ആൻഡ് വാട്ട് ഈസ് ദ voltage across resistor R1? This is V1. Okay, so V1 has first positive then negative, so we can write plus V1. Okay, and that current reaches next resistor R2. Here also the voltage across R2 is V2 and what is the polarity? First positive and then negative, so here also we can write plus V2, that is equal to 0. ഓക്കെ, ദിസ് ഇസ് ക്ലോക്ക് വൈസ് കൺവെൻഷൻ. അല്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആണ് കറണ്ട് ഫ്ലോ കൺസിഡർ ചെയ്യുന്നതിലുള്ള ആ ഒരു സൈൻ കൺവെൻഷൻ.
ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ സർക്യൂട്ടിൽ ആ കറണ്ടിന്റെ പാത്ത് ഇങ്ങനെ അനലൈസ് ചെയ്യുക. അതിൽ വോൾട്ടേജ് സോഴ്സിന് ഇപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് എടുക്കുക, ഫസ്റ്റ് പോസിറ്റീവ് ദെൻ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, ഇവിടെ V0 ഫസ്റ്റ് നെഗറ്റീവ് ദെൻ പോസിറ്റീവ് ആണ് വരുന്നത്, സോ അത് നെഗറ്റീവ് എടുത്തു. V1 ആൻഡ് V2 ഫസ്റ്റ് പോസിറ്റീവ് വന്നു, നെക്സ്റ്റ് ദെൻ ആണ് നെഗറ്റീവ് വരുന്നത്, സോ നമ്മൾ അതിന് +V1 ആൻഡ് +V2 എന്ന് എടുത്തു. ഓക്കെ, ഈ ഒരു കൺവെൻഷൻ മനസ്സിലായോ? ഈ ഫസ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുന്ന സൈൻ കൺവെൻഷൻ ക്ലിയർ ആണോ? Okay. Next, if you're considering the counterclockwise, okay, here നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു ഇക്വേഷനെ മാറ്റി നമുക്ക് ഇക്വേഷൻ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ V0 is equal to what? V1 plus V2 എന്ന് എഴുതാം അല്ലേ, -V0 ആണ്, അത് ഇക്വേഷനിലെ ഈ ഈക്വൽ ടുന്റെ അടുത്ത സൈഡിലേക്ക് എടുക്കുകയാണ്. സോ V1 plus V2 is equal to V0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് V0 is equal to V1 plus V2. ഓക്കെ, ഇവിടെ നോക്കിയേ, V0 എന്ന് പറയുന്നത് സോഴ്സ് വോൾട്ടേജ് ആണ്, ഒരു സപ്ലൈ വോൾട്ടേജ് ആണ്. നമ്മൾ ഒരു സർക്യൂട്ടിൽ എത്ര സപ്ലൈ വോൾട്ടേജ് കൊടുക്കോ അതാണ് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഡ്രോപ്പ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ V0 is equal to what? V1 plus V2. അങ്ങനെ ചെക്ക് ചെയ്താലും മതി. ഓക്കെ, V0 സപ്ലൈ വോൾട്ടേജ് ആണ്, ആ കൊടുക്കുന്ന വോൾട്ടേജ് മാത്രമേ രണ്ട് റെസിസ്റ്ററിനും അക്രോസും ഡിവൈഡ് ചെയ്ത് പോകുള്ളൂ. ഓക്കെ, സോ എപ്പോഴും V1 plus V2 is equal to V0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സൈൻ കൺവെൻഷൻ എന്താണ്, കറക്റ്റ് ആണ് അല്ലേ, -V0 is equal to V1 plus V2 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഈ വോൾട്ടേജ് സോഴ്സിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, ബാക്കി ഡ്രോപ്പുകളൊക്കെ നെഗറ്റീവായിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വോൾട്ടേജ് സോഴ്സിനെ പോസിറ്റീവായിട്ട് എടുത്താൽ V0 is equal to or V0 എഴുതുക പ്ലസ് വോൾട്ടേജ് സോഴ്സിനെ പോസിറ്റീവ് എടുക്കുക, സോ V0 then രണ്ട് ഡ്രോപ്പ് ഉണ്ട് അല്ലേ, V1 and V2. V1 is the voltage drop across resistor R1 and V2 is the voltage drop across resistor R2. Okay, so ആ രണ്ട് ഡ്രോപ്പുകളും -V1 -V2 ആയിട്ട് കൺസിഡർ ചെയ്യാം, ബിക്കോസ് അത് ഡ്രോപ്പ് ആണ് അല്ലേ, ഡ്രോപ്പ് ചെയ്ത് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. V0 minus V1 minus V2 equal to 0. That is V0 is equal to V1 plus V2. Again we will get V0 is equal to V1 plus V2. ഓക്കെ, അപ്പം രണ്ട് രീതിയിൽ നമുക്കതിൽ എടുക്കാം. അപ്പം ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, നമ്മൾ ആ ഒരു കറണ്ട് പാത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ അതിൽ -+ എന്നാ വരുന്നതെങ്കിൽ അതിനെ ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് +- ആ വരുന്നതെങ്കിൽ ടേക്കൺ ആസ് പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് എന്താ, നേരെ ഓപ്പോസിറ്റ്, -+ ആ വരുന്നതെങ്കിൽ ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് +- ആ വരുന്നതെങ്കിൽ ടേക്കൺ ആസ് നെഗറ്റീവ്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഇത് ശ്രദ്ധിച്ചാൽ മതി, വോൾട്ടേജ് സോഴ്സ് ഈസ് ഈക്വൽ ടു ഓർ വോൾട്ടേജ് സോഴ്സിനെ പോസിറ്റീവായിട്ട് എടുക്കുക ആൻഡ് അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പിനൊക്കെ നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് എടുക്കുക. സോ വോൾട്ടേജ് സോഴ്സ് വാല്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോപ്പ് ഇൻ ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, ഇതാണ് KVL സൈൻ കൺവെൻഷൻ വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? Is it clear? കൺഫ്യൂഷൻ ഉണ്ടോ? ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് എടുക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടോ? അതും ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, കറണ്ട് ഇതുപോലെ മൂവ് ചെയ്യുന്ന പാത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക, നേരത്തെ എടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് കൺവെൻഷൻ എടുക്കുക. -+ ആണ് വരുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക, സോ പോസിറ്റീവ് V0. ഓക്കെ, ആൻഡ് +- ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ട് എടുക്കുക, -V1. Again +- comes, so -V2, that is equal to 0. So we can write V0 is equal to V1 plus V2. Okay,
ഇത് ക്ലിയർ അല്ലേ? KVL, what is KVL and what is the sign convention used in KVL? ഓക്കെ, ഇത് കുറച്ചുകൂടി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഈ എന്താണ് KCL ആൻഡ് KVL ഓർത്ത് വെക്കുക, ആൻഡ് സൈൻ കൺവെൻഷൻസ് യൂസ്ഡ് ഇൻ ബോത്ത് KCL KVL അത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ബാക്കി ടേംസ് ഒക്കെ നമ്മൾ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആവും. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഹലോ, ആം ഐ ഓഡിബിൾ? ഓക്കെ, ഈ സൈൻ കൺവെൻഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്കത് കുറച്ചുകൂടി നിങ്ങൾക്കത് ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ ഓക്കെ, സോ നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. Okay, you just draw down this circuit. Here voltage is E1 12 volt, and there are three resistors R1, R2 and R3. R1 is equal to 2 ohm, R3 is R2 is equal to 3 ohm, and R3 is equal to 4 ohm. Okay, and another voltage source E2 that is equal to 3 volt. Okay, so you just write down draw down this circuit. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. And the current flowing through the circuit is capital I. So the question is, find out current flowing through the circuit, that is capital I, by using KVL. Okay, find out the current flowing through the circuit by using KVL. Okay, write down this question and also draw the. ഫിനിഷ് ചെയ്തോ? ക്വസ്റ്റ്യൻ എഴുതി ആ ഒരു സർക്യൂട്ട് വരച്ചോ? Okay, good. So the question is, we have to find the current flowing through the circuit by using KVL. Okay, so എന്ത് ചെയ്യണം? KVL എന്താണ്? According to KVL, the total voltage in a closed loop is 0. Okay, here we can see a closed loop here. Okay, this is the closed loop. So total voltage in that closed loop equal to 0. Okay, so by using sign convention, what we can write? ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്ത് വരും? നമ്മൾ ഈ കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് E1 എന്നാണ്, അത് കൺസിഡർ ചെയ്യുക. ഓക്കെ, E1 ആണ് നമ്മൾ സോഴ്സ് വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ വരും?
നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള സൈൻ കൺവെൻഷൻ ആണ് എടുക്കുന്നതെന്ന് വെക്കുക. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇഫ് മൈനസ് പ്ലസ് കംസ് ദെൻ വി വിൽ ടേക്ക് ഇറ്റ് ആസ് ഓക്കെ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആണെങ്കിൽ നിങ്ങൾ പറ, ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ഏത് ഡയറക്ഷനിൽ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാം, ഏതാണെന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ പറഞ്ഞേ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് പ്ലസ് എന്തായിട്ടാണ് എടുക്കുന്നത്? ഹിയർ ഫസ്റ്റ് E1 ഈസ് എ സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, E1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് ദെൻ പ്ലസ്, ഇതാണ് പൊളാരിറ്റി വരുന്നത്. ഓക്കെ, സോ E1 പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? നിഹാരിക അത് പറയാൻ പറ്റുമോ? പോസിറ്റീവ് E1 ആണോ നെഗറ്റീവ് E1 ആണോ? പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആണോ ഒന്ന് നോക്കിയേ. ഞാൻ എടുക്കുന്നത് ക്ലോക്ക് വൈസ് സൈൻ കൺവെൻഷൻ ആണ്. ഓക്കെ, എന്നാ പോസിറ്റീവ് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, E1 പോസിറ്റീവ് എടുത്തു. ഓക്കെ, E1 പോസിറ്റീവ്. ദെൻ നെക്സ്റ്റ് ഏതാണ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് നെക്സ്റ്റ് ഇതിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഏതാണ്? V1 വരും അല്ലെ. V1 എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റർ R1 ആൻഡ് V2 വരും. V2 is the voltage drop across resistor R2 and here is another voltage source E2 and here comes voltage drop across R3 that is V3. Okay, so ഇതൊക്കെയാണ് നമ്മുടെ ഈ സർക്യൂട്ടിൽ വരുന്ന വോൾട്ടേജസ്. Okay, so E1 then V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് is it positive or negative value? ഞാൻ ഫസ്റ്റ് ക്യാപിറ്റൽ E1 പോസിറ്റീവ് എടുത്തുവെങ്കിൽ V1 എന്തായിരിക്കും? ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? അനുജിത്, വാട്ട് ഈസ് V1 പോസിറ്റീവ് ഓർ നെഗറ്റീവ്? Negative. Yes, good, negative. Okay, E1 I will take it as a positive value, then ഓട്ടോമാറ്റിക്കലി എന്താവും? V1 നെഗറ്റീവ് ആകും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ സൈൻ മാർക്ക് ചെയ്യാം. ഈ റെസിസ്റ്ററിൽ കറന്റ് എൻറ്റർ ചെയ്യുന്ന terminal can be taken as positive and leaving terminal can be taken as negative. Here also positive negative and positive negative is already there and here also positive negative. Okay, so first of all ഒരു സർക്യൂട്ട് കിട്ടിയാൽ നമ്മൾ ഇതുപോലെ അതിന്റെ പൊളാരിറ്റീസ് മാർക്ക് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ചെക്ക് ചെയ്യുക എവിടേക്കാണ് റെസിസ്റ്റേഴ്സ് ഉള്ളത്, അവിടേക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പൊ ആ റെസിസ്റ്റേഴ്സിലൊക്കെയുള്ള വോൾട്ടേജ് ഡ്രോപ്പിന് നമുക്ക് ഇതുപോലെ ഒരു നെയിമിംഗ് കൊടുക്കാം. ആൻഡ് ദെൻ എന്ത് വേണം? അതിന്റെ എല്ലാത്തിന്റെയും പൊളാരിറ്റി മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഹിയർ ഞാൻ അതിന് E1 നെഗറ്റീവ് പോസിറ്റീവിനെ പോസിറ്റീവ് ആയി എടുത്തു. സോ E1 മൈനസ് V1 വരും. ഓക്കെ, ആൻഡ് അഗെയിൻ വാട്ട് ഈസ് V2? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ആകർഷ്, is it positive or negative? സിമ്പിൾ ആണ്. ആ പറയൂ, പോസിറ്റീവ് V2 or നെഗറ്റീവ് V2? Negative. Yes, good. E1 minus V1 minus V2. And what is E2? Capital E2. This is positive or negative? ആകർഷ് പറഞ്ഞേ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ? ഒന്നുകൂടി ചെക്ക് ചെയ്യ്, ആ പൊളാരിറ്റി ചെക്ക് ചെയ്യ്. വോൾട്ടേജ് സോഴ്സിന് കൺസിഡർ ചെയ്യല്ലേ? യെസ്, നെഗറ്റീവ് ആണ്. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. റെസിസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകും, ബട്ട് രണ്ട് സോഴ്സ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? സോഴ്സ് അല്ലേ എന്ന് വെച്ചാൽ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും, ബട്ട് അതിന്റെ സൈൻ കൺവെൻഷൻ നോക്കണം. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിലും സൈൻ കൺവെൻഷൻ നോക്കണം. നമ്മൾ E1 പോസിറ്റീവ് ആയിട്ട് എടുത്തു എങ്കിൽ E2 എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമുക്ക് E1 എടുക്കുന്നത് മൈനസ് പ്ലസ് ആണ്, E2 ആണെങ്കിൽ പ്ലസ് മൈനസ് ആണ്. സോ E2 എന്താണ്? E2 ഇസ് നെഗറ്റീവ്, മൈനസ് E2. ഓക്കെ, ആൻഡ് ഫൈനലി പ്ലസ് സോറി മൈനസ് V3. V3 is also പ്ലസ് മൈനസ് ആണ് വരുന്നത്. ഈ രീതിയിൽ വരും. ഓക്കെ, സോ നമുക്ക് ഇതിന് എഴുതുകയാണെങ്കിൽ E1 മൈനസ് what is the value of V1? V1 means voltage drop across resistor R1. That can be represented like IR1. Okay, by using Ohm's law we can write IR1. Okay, V1 നമുക്ക് IR1 എഴുതിക്കൂടെ? Ohm's law യൂസ് ചെയ്യുകയാണെങ്കിൽ V1 is equal to what?
current flowing through that resistor into resistance value, that is I into R1, and V2 is equal to what? I into R2, and finally V3 is equal to what? I into R3. Okay, so ഈ values ഒക്കെ നമുക്ക് അവിടെ substitute ചെയ്ത് കൊടുക്കാം. So E1 minus IR1 minus IR2 minus E2 minus IR3. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. What is E1? E1 is 12 volt. Okay, 12 minus I into what is R1? 2. Okay, I into 2 minus I into 3 minus 3 because E2 is 3 minus I into 4. Okay, then we can write 12 minus 2I minus 3I minus 4I minus 3. Okay, so 12 ഈ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ ഒരു സൈഡിലേക്ക് പോവാണെങ്കിൽ വാട്ട് ഈസ് 12 മൈനസ് 3? അത് നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, 12 മൈനസ് 3 വാട്ട് ഈസ് 9. സോ 9 മൈനസ് ഈ 2i പ്ലസ് മൈനസ് 2i മൈനസ് 3i ആൻഡ് മൈനസ് 4i, അത് മൂന്ന് ഒന്നിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, സോ മൈനസ് 9i, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഇസ് ഓൾ ഈക്വൽ ടു 0 എഴുതണേ, അതാണ് KVL. Okay, all equal to 0. This is equal to 0. So 9 minus 9i is equal to 0, and finally 9 is equal to 9i. And എന്താണ് question? I ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. Therefore I is equal to what? 9 by 9, that is equal to 1 ampere. Okay, so the current flowing through the circuit is 1 ampere. Okay, we are find out that value by using KVL. Okay, ഇത് ക്ലിയർ ആണോ? ഇതൊന്നുമില്ല, സിമ്പിൾ ആണ്. ജസ്റ്റ് ഓംസ് ലോ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കുക. സൈൻ കൺവെൻഷൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത്. അത് മാറിയാലേ നിങ്ങളുടെ ആൻസർ മാറുള്ളൂ. ഓക്കെ, അത് നീറ്റായിട്ട് നോക്കിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം, ആൻസർ തെറ്റില്ല. ഓക്കെ, അപ്പോൾ സൈൻ കൺവെൻഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഹിയർ ഇതേ സർക്യൂട്ട് തന്നെ ഞാൻ നെക്സ്റ്റ് സൈൻ കൺവെൻഷൻ യൂസ് ചെയ്ത് സോൾവ്. ഓക്കെ, ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് -E1 പ്ലസ് IR1 പ്ലസ് IR2 പ്ലസ് E2 പ്ലസ് IR3 0 ആ സൈൻ കൺവെൻഷൻ വെച്ചും ചെയ്യാം. ഓക്കെ, അത് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഒന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്തിട്ട് ഈ സർക്യൂട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, എന്നിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നാളെ എന്നോട് പറയാം. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, ഈ സർക്യൂട്ട് ഒന്ന് വരച്ചു വെക്കുക. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. സിമ്പിൾ ആണ്, നമ്മളിപ്പം ചെയ്ത അതേ മെത്തേഡാണ്, ചെറിയ വാല്യൂസിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 3 വോൾട്ടേജ് സോഴ്സസ് കാണാം. ഓക്കെ, വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെങ്കിലും അത് ബോധേഡ് ആവണം, അതിന്റെ സൈൻ കൺവെൻഷൻ ഒന്ന് നീറ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഇതൊന്ന് ചെയ്തിട്ട് നാളെ അതിന്റെ ആൻസർ പറയാം. ഓക്കെ, എന്തായാലും ഇന്ന് തന്നെ ചെയ്ത് നോക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.